കൊടുത്താലും അവരുടെ മുഖത്ത് പിന്നെയും ഒരു ദുഃഖമുള്ളത് പോലെ ഇങ്ങനെ കാണുമ്പോ അള്ളാഹു അവരോട് പറയും മാ ഹാദിഹിൽ ഹൈറ, അല്ല നിങ്ങളെ മുഖത്തെന്താ ഒരു സങ്കടം പോലെ, ഒരു ദുഃഖം പോലെ, ഒരു വിഷമം പോലെ, പ്രയാസം പോലെ. വലൈസത ഹാദിഹി ദാറു ഹൈറ, ഇത് പ്രയാസപ്പെടേണ്ട വീടല്ല, ഇത് സങ്കടപ്പെടാനുള്ള വീടല്ല, ഇത് സമാധാനത്തിന്റെ വീടാണ്, ഇത് ശാന്തിയുടെ വീടാണ്, ഇവിടെ സന്തോഷം പങ്കുവെക്കാനുള്ള വീടാണ്. ഇവിടെ പരിഭ്രമിക്കേണ്ടതില്ല, ഇവിടെ ആകുലപ്പെടേണ്ടതില്ല, ഇവിടെ ആവലാതിപ്പെടേണ്ടതില്ല. നിങ്ങൾ പറയണം എന്താണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം പോലെ. ഫയഖൂലൂന, അവർ അല്ലാഹുവിനോട് പറയുന്നു ഇന്നലനാ മൗഇദൻ, ഇന്നലനാ മൗഇദൻ ഖദ് ജാഅ വഖ്തുഹു. അല്ലാഹുവേ, നീ ഞങ്ങളോട് ഒരു വാഗ്ദത്തം ചെയ്തിരുന്നില്ലേ, നീ ഒരു കരാർ ചെയ്തിരുന്നില്ലേ, നീ ഒരു ഉടമ്പടി നടത്തിയിരുന്നില്ലേ? എന്താ ഉടമ്പടി? അല്ലാഹുവേ, നീ ഞങ്ങളോട് ഒരു കരാർ ചെയ്തില്ലേ, ആ കരാറിന്റെ സമയം ഇവിടെ സമാഗതമായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ? എന്താണ് കരാറ്? ഉജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നാളെ ഖിയാമത്ത് നാളിന്റെ അന്ന് ചില ആളുകളുടെ മുഖം വെട്ടിത്തിളങ്ങുകയാണ്, പ്രകാശിക്കുകയാണ്. അല്ലാഹുവേ, അത്തരം മുഖം പ്രകാശിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ, സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. മുഖം പ്രകാശിച്ച ആളുകൾ അവര് അല്ലാഹുവിലേക്ക് ഇങ്ങനെ നോക്കുക. മാത്രല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14-ാം രാവിന്റെ പൗർണമിയെ നിങ്ങൾ എപ്രകാരം ആകാശത്ത് മിന്നിത്തിളങ്ങുന്നത് കാണുന്നുവോ അപ്രകാരം നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാനെ കാണാത്തതിലുള്ള സങ്കടമാണ് സ്വർഗവാസികളായ ആളുകളുടെ ഈ മുഖത്ത് ഇങ്ങനെ കാണുന്നത്. പറയണ്ട മനസ്സിലാവുണ്ടോ? فيقول الله تعالى للملائكة. ഈ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു ഇർഫഉൽ ഹുജുബ അനിൽ വുജൂഹ്. ഈ സ്വർഗവാസികളായ ആളുകളുടെ മുഖത്ത് നിന്ന് മറയങ്ങ് നീക്കണേ, മറയങ്ങ് ഉയർത്തണേ. ഈ സമയത്ത് അവർ അല്ലാഹുവിനോട് പറയുന്നു, മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഫതഖൂലുൽ മലായികത്തു യാ റബ്ബനാ കൈഫ യറൗനക യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വർഗ്ഗത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് നിന്നെ കാണുക? വഖദ് കാനൂ ഇസാ, അവർ ഭൂമിയിൽ നിന്ന് നിനക്ക് എതിര് പ്രവർത്തിച്ചവരാണ്, അവർ നിസ്കരിക്കാത്തവരാണ്, അവർ തോന്നുമ്പോൾ നിസ്കരിച്ചവരാണ്, അവർ സ്വതക ചെയ്യാത്തവരാണ്, അവർ ദീനിന് വേണ്ടി ഹിദമ ചെയ്യാത്തവരാണ്, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന കാര്യം അംഗീകരിക്കാത്തവരാണ്, അവർ പിതാവിനെ തള്ളിപ്പറഞ്ഞവരാണ്, അവർ മതത്തിന് എതിര് നിന്നവരാണെന്ന് പറയുമ്പോ അല്ലാഹു തആല വീണ്ടും മലക്കുകളോട് പറയുന്നു ഫയഖൂലുല്ലാഹു തആല യർഫഉൽ ഹുജബ. അവരുടെ മുഖത്ത് നിന്ന് ഈ മറയെ ഉയർത്തിക്കളയണേ. ഫഇന്നഹും കാനൂ ദാകിരീന ബാകീന ഫിദ്ദുനിയാ തമഅൻ ഫീ ലിഖാഇ. അവർ ഭൂമിയിൽ വെച്ചുകൊണ്ട് എന്നെ ദിക്ർ ചെയ്തവരാണ്, എന്നെ സ്മരിച്ചവരാണ്, അവർ കരഞ്ഞുകൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലിയവരാണ്. അവർ ഊണും ഉറക്കവുമില്ലാതെ രാത്രി സമയത്ത് എല്ലാവരും ഉറക്കിൽ നിദ്രയിൽ ആണ്ടുപോയ സമയത്ത് നിദ്രാവിഹീനനായിക്കൊണ്ട് അവർ എനിക്ക് തസ്ബീഹ് നിസ്കരിച്ചവരാണ്, അവർ എനിക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, അവർ ദിക്ർ ചൊല്ലിയവരാണ്.
എന്തിനാണെന്നറിയുമോ? ഈ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് എന്നെ കാണാനുള്ള അവരുടെ ഉത്കടമായ ആഗ്രഹമാണ് അവരെ ദിക്റ് ചൊല്ലിപ്പിച്ചത്, അവരെ നമസ്കരിപ്പിച്ചത്, അവരെ നോമ്പെടുപ്പിച്ചത്, അവരെ സകാത്ത് കൊടുപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറയുന്നു, ഈ സ്വർഗവാസികളായ ആളുകളുടെ മുഖത്തിൽ നിന്ന് നിങ്ങൾ മറ ഉയർത്തിക്കളയണേ. ഈ മലക്കുകൾ വന്നിട്ട് സ്വർഗവാസികളായ ആളുകളുടെ മുഖഭാഗത്ത് നിന്ന് ഈ മറങ്ങോട്ട് ഉയർത്തുകയാണ്. അവരെന്ന് നോക്കുകയാണ്. അവർ സുജൂദിലായി കൊണ്ട് വീഴുകയാണ്. ഈ സമയത്ത് സ്വർഗവാസികളായ ആളുകളോട് അല്ലാഹു തആല പറയുന്നു, സ്വർഗവാസികളെ നിങ്ങൾ തല ഉയർത്തണേ, നിങ്ങൾ തല പൊക്കണേ. ഇവിടെ ഇബാദത്ത് ചെയ്യാനുള്ള വേദിയല്ല, ഇത് ഇബാദത്ത് ചെയ്യാനുള്ള, ഇവിടെ കർമ്മം ചെയ്യാനുള്ള വേദിയല്ല. ഇത് സുഖങ്ങളുടെ ലോകമാണ്, ഇത് ഔദാര്യത്തിന്റെ ലോകമാണ്. നിങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ തലയൊന്ന് ഉയർത്തണേ. ഇത് അമൽ ചെയ്യാനുള്ള വീടല്ല. സ്വർഗവാസികളോട് അല്ലാഹു പറയാ, ഇവിടെ നിങ്ങൾ അമല് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, അവിടെ ഒരു തെക്കലീഫും ലഭില്ല. ഇത് നിങ്ങൾക്ക് സുഖം നൽകാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തല ഉയർത്തുക. അങ്ങനെ എല്ലാവരും സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. എല്ലാവരും സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. അല്ലാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്, വെളിപ്പെടുകയാണ്. ഒരു രൂപവും കൂടാതെ അല്ലാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, സലാമുൻ അലൈക്കും യാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, എന്റെ അടിമകളെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. ഫഖദ് റദീതു അൻകും, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. ഫഹൽ റദീതും അന്നീ, അല്ലാഹു സ്വർഗവാസികളോട് പറയാ, ഞാൻ നിങ്ങളെ കണ്ടു, എനിക്ക് നിങ്ങളെ ഇഷ്ടായി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഫഹൽ റദീതും അന്നീ, സ്വർഗവാസികളോട് അല്ലാഹു പറയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്താണെന്നറിയോ? അള്ളാനെ കാണലാണ്. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. അതാണ് സ്വർഗവാസികൾ മറ്റുള്ള സുഖങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടും അവരുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായത്, അവരുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം ഉണ്ടായത്. അപ്പോഴാണ് അള്ളാഹു അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വിടുന്നത്. അള്ളാഹു ഇറങ്ങി വരുന്നത്, അള്ളാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാൻ അവരോട് പറയാണ്, വഖദ് റദീതു അൻകും, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഫഹൽ റദീതും അന്നി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് സ്വർഗവാസികളായ ആളുകളോട് അല്ലാഹു ചോദിക്കുക. ഈ സമയത്ത് സ്വർഗവാസികളായ ആളുകൾ പറയുകയാണ്, ഫയഖൂലൂന വമാ ലനാ ലാ നർദാ, അല്ലാഹുവേ, പടച്ച തമ്പുരാനേ, ഞങ്ങൾ എന്തുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കണം, ഞങ്ങൾ എന്തുകൊണ്ട് സ്നേഹിക്കാതിരിക്കണം, ഞങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കണം. വഖദ് അഅതൈതനാ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിന് ഇന്നേ വരെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത സുഖങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങേ ഇഷ്ടപ്പെടാതിരിക്കണമെന്ന് ഈ സ്വർഗവാസികളായ ആളുകൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ജന്നാത്തു അദൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അദിന് എന്ന് പേരുള്ള സ്വർഗം, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അതിന്റെ അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുകയാണ്, പാലാറുകൾ ഒഴുകുകയാണ്,
തേനാറുകൾ ഒഴുകുകയാണ്, കല്ലിനാറുള്ള നദികൾ ഒഴുകുകയാണ്. ഖാലിദീന ഫീഹാ അബദാ. സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമായ സ്വർഗ്ഗത്തിൽ ശാശ്വതരാണ്. ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവര് അള്ളാഹനെ ഇങ്ങോട്ട് തിരിച്ചും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു സ്വർഗ്ഗത്ത് കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു സ്വർഗ്ഗത്ത് കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമുക്ക് സ്വർഗം കിട്ടുമോ? നിങ്ങളൊന്ന് ചിന്തിക്കണം ഉമ്മമാരെ, ഇങ്ങനെ പോയാൽ സ്വർഗം കിട്ടുമോ? ഇതിപ്പോ ഒരു സ്വർഗത്തിൽ നിന്നുള്ള സദസ്സ. ഇവിടെ എത്ര ആളുണ്ട് സ്വർഗം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ വരാതിരിക്കുന്ന ആളുകള്?